എന്തേ ഇവര് നേരം വെയ്യത് ഈ ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ? ഞാൻ എന്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ആ ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോഴും കാണുള്ളൂ. ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോ ഓരെന്നെ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്ക് എന്റെ ഫാമിലിയാണ്. എന്റെ സ്വന്തം അനിയനാ. അതിനെപ്പറ്റി ഒന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഞാൻ എടുത്തു കൊണ്ടു നടന്ന എന്റെ അനിയനാ. നമ്മളെ ഫാദർ മരണപ്പെട്ടിട്ട് 14 കൊല്ലമായി. നമുക്കാർക്കും വലിയൊരു വയസ്സില്ല. അപ്പോൾ അന്ന് മുതൽ ഞാൻ എന്റെ ഈ കുടുംബത്തിന്റെ ഭാരം ഉണ്ട്. എന്റെ അനിയനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. ആരും ഓരോ കൂടുതൽ സംരക്ഷിച്ചെന്നുള്ളതല്ല, ഇതാരോ കുറച്ച് ആളുകൾ ഇതിന്റെ പിന്നിൽ എന്തായാലും പ്രവർത്തിക്കുന്നുണ്ടാവും. അല്ലാതെ ഞാനിപ്പോ ആർക്ക് എന്തിന് സാമ്പത്തിക ഓഫർ? ഒരാളും പരം പിരിച്ചതായിട്ട് എന്റെ അറിവില്ല. ഞാൻ എന്തായാലും ചെയ്തിട്ടില്ല. ഞാനിടൂ. അർജുൻ എന്നുള്ള പേര് മറ്റെന്താ ടാറ്റ, ബിർള അല്ലെങ്കിൽ കൊക്കക്കോല, പെപ്സി എന്ന് പറഞ്ഞ രജിസ്റ്റേർഡ് പേരാ. ആരും എന്റെ ലോറി സാരില്ല. അർജുൻ തന്നെ പേരിടും. അർജുനെ സഹായിക്കാൻ വേണ്ടി, അർജുന് വേണ്ടി താങ്കൾ അവിടെ മുൻരംഗത്ത് നിന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അർജുന്റെ വീട്ടിൽ നിന്ന് സഹോദരങ്ങളോ അല്ലെങ്കിൽ അർജുന്റെ ഭാര്യ അടക്കമുള്ളവർ ഫോൺ വിളിച്ചിട്ട് പോലും താങ്കൾ ആ ഫോൺ എടുത്തിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം. അപ്പൊ അതിന് പുറയെന്ന് പറയല്ല, ആ കുടുംബം പറയുകയാണ് താങ്കൾ അവരുടെ ഒന്നും ഫോൺ പോലും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഇപ്പം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഇന്നത്തെ ദിവസം ഞാൻ ഒരു ആരോ ഫോൺ അവിടെ അർജുനെ തിരച്ചിൽ നടക്കുന്ന സമയത്ത് അർജുന്റെ കുടുംബം താങ്കളുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ താങ്കൾ ഫോൺ പോലും എടുത്തിട്ടില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കളവാ. ഞാൻ ഒരുവിധമൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓരെല്ലാരും ഫോണും എടുത്തിട്ടുണ്ട്. ഇന്നായിട്ട് എല്ലാ സമയവും സംസാരിക്കുന്നതാണ്. ഇതൊക്കെ എന്താ ഇപ്പം വരുന്നത് എന്ന് എനിക്കറിയില്ല സത്യത്തിൽ. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നത് നിങ്ങൾക്കെതിരെ? എന്തായിരിക്കും അതിന് കാരണം എന്നാണ് കരുതുന്നത്? എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി ജിതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഓന്റെ? ഞാൻ വിചാരിക്കുന്നത് ഓർക്കൊരു ഫേമസിന്റെ ആവശ്യമില്ല എന്നാണ് ഈ വിഷയത്തില്. എനിക്കും വേണ്ട ഈ ഫേമസ്. എനിക്കും ഫേമസ് ആവശ്യമില്ല, ഓർക്കും ആവശ്യമില്ല സത്യത്തിൽ. എന്താ അങ്ങനെ പറയണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. തീർച്ചയായിട്ടും അങ്ങനെ നമ്മൾ കുറച്ച് ഹമ്പിൾ ആയിട്ട് നിൽക്കണം. അങ്ങനെ നേരിട്ടിട്ടൊന്നും ബന്ധപ്പെടാൻ പറ്റൂല. അല്ല, അത് ഒരു ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് നമ്മൾ ക്ഷണിച്ച സമയത്ത് അവര് പറഞ്ഞതാണ്. അത് പറയാം. എനിക്കറിയുന്ന കാര്യം പറയാം. നമ്മളെ ആക്ഷൻ കമ്മിറ്റി എന്നെ ക്ഷണിച്ചു തിരുവനന്തപുരത്ത് പോകാൻ. ഞാൻ പറഞ്ഞു ഞാൻ വരാം. അങ്ങനെ ഞാൻ കോഴിക്കോട് എത്തി. ഞാൻ ആക്ഷൻ കമ്മിറ്റിന്റെ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ജിതിനോട് ചോദിച്ചു, ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്, കൂടെ ജിതിനും വരണം. അപ്പൊ ജിതിനോട് പറഞ്ഞ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിനെ കാണാൻ തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമില്ല. ഓൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിനായിട്ട് സംസാരിക്കാൻ വരെ ഇപ്പം കഴിയുന്നതാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കുറച്ച് തിരുവനന്തപുരം വരെ പോയിട്ട് നമ്മളെ ആവശ്യമല്ലേ, നമുക്ക് താന്ന് വണങ്ങിയിട്ട് ഒന്ന് ഇത്തിരി താന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആവശ്യത്തിനും വേണ്ടി തിരുവനന്തപുരം വരെ പോകുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് കിട്ടുമല്ലോ. ഞാൻ പോയി. ഞാൻ ഇനിയിപ്പോൾ എവിടേക്ക് വേണമെങ്കിലും അർജുന്റെ വിഷയത്തിൽ വല്ല അമേരിക്കക്ക് പോകണമെങ്കിൽ വന്നാലും ഞാൻ പോകും. ഇതൊക്കെ ഒരു നിസ്സാരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് നിങ്ങളെല്ലാരും കൂടി എനിക്ക് വേണ്ടാത്ത ഒരു ഹൈപ്പ് തന്നിട്ട് അത് ഓർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറെ ഇതിൽ കാര്യമായിട്ട് എനിക്കൊന്നും തോന്നില്ല. കളവ് പറയുന്നതടക്കമാണ് കുടുംബം ആരോഗ്യം, കൂടുതലും കളവാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. അറിയില്ല എങ്ങനെ എന്താ കൊണ്ടുവരുന്ന കാര്യം നടക്കില്ല എന്നുള്ള തരത്തിലൊക്കെ കുടുംബത്തോട് സംസാരിച്ചു. ഇല്ല, ഡ്രഡ്ജർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനടക്കം ബാംഗ്ലൂർ പോയതേനും, പക്ഷെ ഇന്ന അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ആ മുഖ്യമന്ത്രി. പക്ഷെ ഞാൻ അതിനും വേണ്ടിയിട്ട് രാഷ്ട്രീയപരമായിട്ട് കർണാടകയിൽ അത്യാവശ്യം പിടിപാടുള്ള ആൾക്കാരാണ്. പക്ഷെ ഞാൻ വന്നിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട, ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, എനിക്ക് കേസിന്റെ കാര്യങ്ങൾ നോക്കാണ്ടായിരുന്നു, ഞാൻ അവിടെ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചിട്ടില്ലേനു. പക്ഷെ എനിക്ക് അതിലൊന്നും പരാതിയില്ല. ഞാനിതിനൊന്നും
അതുപോലെ ഈ കാർവാർ MLA യും SP യും അവിടുന്ന് ആവശ്യപ്പെട്ടു മനാഫിനെതിരെ പരാതി നൽകണമെന്ന് കുടുംബത്തോട് ആവശ്യപ്പെട്ടു. അത്തരത്തിൽ അവിടെ പെരുമാറുന്ന തരത്തിലുള്ള എന്താ അവിടെ ഉണ്ടായത്? അങ്ങനെയൊക്കെ പെരുമാറിയിട്ട് തന്നെയല്ലേ ഇത് ഇവിടെ വരെ എത്തിയത്. ആ പരാതി അവർക്ക് കൊടുക്കാമായിരുന്നു, ഇനിയും കൊടുത്തോട്ടെ. ബാക്കിയൊന്നും എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതൊക്കെ പഴയ കാര്യമായതുകൊണ്ട് പറയാണ്. നമ്മൾ എന്തിനും തയ്യാറാണ്. ഈ ആക്ഷേപങ്ങളോട് എന്താണ് ഒറ്റ വാക്കിൽ പറയാനുള്ളത്? അർജുൻ ഞാൻ പറഞ്ഞ ആരോ ഓരോ തെറ്റിദ്ധരിപ്പിച്ച നിസാർ നമ്മളെ ഫാമിലിയാണ്. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവരുമായി സംസാരിക്കുന്നു. സംസാരിച്ചു തീർക്കും. എനിക്ക് ആ സമയത്ത് അതൊരു 10 ദിവസം മുമ്പേ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നി. കാരണം ഇതിന്റെ കാര്യങ്ങൾ അതിലൂടെ പറയണമെന്ന് തോന്നി. ഈശ്വർ മാൽപ്പയുടെ പ്രതികരണങ്ങളെ ഇപ്പോൾ കുടുംബം സംശയിച്ചിട്ടുണ്ട്. താങ്കൾ തീർച്ചയായിട്ടും ഞാൻ ഓരോന്നും തള്ളി പറയില്ല. ഈശ്വർ മൽപ്പ ആയിക്കോട്ടെ, രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ, വന്ന് ഈ വിഷയത്തിൽ സഹകരിച്ച എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. ഞാൻ ഒരിക്കലും വിട്ടുപിടിക്കൂല. ഇവരൊക്കെ നമ്മളെ സഹായിച്ച ആൾക്കാരാണ്.